മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് 54ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2020യും അതിൽപ്പെടും. പക്ഷേ ഹരികൃഷ്ണൻസിന് ലഭിച്ചത്ര പ്രചാരം മറ്റൊരു സിനിമയ്ക്കും ലഭിച്ചിട്ടില്ല. 2020 ഒഴിവാക്കിയാൽ ബാക്കിയുള്ള സിനിമകളെല്ലാം ഒന്നുകിൽ ഇവർ സൂപ്പർസ്റ്റാറുകൾ ആവുന്നതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചതാണ്, അതുമല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ സിനിമയിൽ അതിഥി വേഷത്തിലോ ക്യാമിയോ റോളിലോ ചെയ്തതാണ്. എന്നാൽ ഹരികൃഷ്ണൻസ് അങ്ങനെയൊന്നുമായിരുന്നില്ല. രണ്ടുപേരും നായകന്മാരും മുഴുനീള കഥാപാത്രങ്ങളുമായിരുന്നു. ബോളിവുഡ് താരം ജൂഹി ചൗള അവതരിപ്പിച്ച മീരയായിരുന്നു രണ്ടുപേർക്കും ഒരേയൊരു നായിക. അപ്പോൾ നമ്മുടെ ചോദ്യമിതാണ്: സിനിമയിൽ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ജൂഹി ചൗളയെ വിവാഹം കഴിക്കുന്നത്? ഈ ചോദ്യത്തിന് 3 ഉത്തരങ്ങളാണുള്ളത്. നിങ്ങൾ സിനിമ ടിവിയിൽ, അതായത് ഏഷ്യാനെറ്റിലാണ് കണ്ടതെങ്കിൽ ജൂഹി ചൗളയെ വിവാഹം കഴിക്കുന്നത് മോഹൻലാലാണ്. ഇനി നിങ്ങൾ സിനിമ കണ്ടത് തിയേറ്ററിലും, ആ തിയേറ്റർ മലബാർ ഏരിയയിലാണെങ്കിൽ ജൂഹി ചൗളയെ വിവാഹം കഴിക്കുന്നത് മമ്മൂട്ടിയാണ്. ഇനി നിങ്ങൾ സിനിമ കണ്ട തിയേറ്റർ തിരുവിതാംകൂറോ കൊച്ചിയോ ആണെങ്കിൽ ജൂഹി ചൗളയെ വിവാഹം കഴിക്കുന്നത് മോഹൻലാലാണ്. ഏതായാലും ഇതുപോലെ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്നത് ഒരു ബ്രില്യൻസ് തന്നെയാണ്.